ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ മാവൊന്നും പൊളിപ്പിക്കാതെ നമുക്ക് വളരെ ഈസിയായി ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഊത്തപ്പത്തിൻ്റേതാണ്. സാധാരണ ഊത്തപ്പത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ റവ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഊത്തപ്പം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ട തൈര് കൂടെ ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ ചെറിയ പുളിയുള്ള തൈര് വേണം ചേർക്കാൻ. സാധാരണ നമ്മൾ ഫെർമെൻ്റായ മാവാണല്ലോ ഊത്തപ്പത്തിന് എടുക്കാറ്, അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. തൈര് ചേർക്കുമ്പോൾ ഈ മാവിന് നമുക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് റവയും തൈരും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചുരുങ്ങിയത് ഒരു 15-20 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ആ റവയൊക്കെ നന്നായി ഒന്ന് കുതിർന്ന് വരികയുള്ളൂ. ഇപ്പോൾ റവയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവുക. ഇനി നമുക്ക് ഊത്തപ്പം ചുട്ടു തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് 1 തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ദോശയൊക്കെ പരത്തുന്ന പോലെ ഒരുപാടങ്ങ് കനം കുറച്ച് പരത്തേണ്ടതില്ല. സാധാരണ നമ്മൾ ഊത്തപ്പം അല്പം കനത്തിൽ തന്നെയാണല്ലോ ചുട്ടെടുക്കാറ്, അതേപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നല്ല പൊടിയായി വേണം അരിഞ്ഞെടുക്കാൻ. ഞാനിവിടെ സവാള, അല്പം ക്യാരറ്റ്, പിന്നെ തക്കാളിയുടെ ഉള്ളിലത്തെ സീഡ്സ് ഒക്കെ എടുത്തു മാറ്റിയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി ഊത്തപ്പത്തിന് ചുറ്റിലുമായി അല്പം എണ്ണ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പാച്ചില കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇതേപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ ഈ വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ മേലെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ആ സൈഡും 2 മിനിറ്റ് കുക്ക് ചെയ്യാം. വീണ്ടും ഒന്ന് തിരിച്ചിട്ട് 1 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഊത്തപ്പം എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി രാവിലെ മാവൊന്നും അരച്ചത് ഇരിപ്പില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനും മറക്കില്ലല്ലോ. മാത്രമല്ല റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.